മലപ്പുറത്ത് PV അൻവർ എഫക്ട്. ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. അവിശ്വാസ പ്രമേയത്തിൽ അൻവറിന്റെ നിർദ്ദേശപ്രകാരം ഇടത് സ്വതന്ത്രൻ UDF അനുകൂല നിലപാടെടുത്തതാണ് LDFന് ഭരണം നഷ്ടമാക്കിയത്. അവിശ്വാസ പ്രമേയത്തിന് മുൻപ് പഞ്ചായത്തിൽ LDF UDF സംഘർഷമുണ്ടായി. കൂറുമാറിയ അംഗത്തെ ഇടത് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചു. LDF ക്യാമ്പിലായിരുന്ന കാലത്ത് PV അൻവർ രാഷ്ട്രീയ നീക്കം നടത്തി ഇടതിന് ഭരണം നേടിക്കൊടുത്ത പഞ്ചായത്താണ് ചുങ്കത്തറ. 2020 തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയതോടെ നറുക്കെടുപ്പിൽ UDF ഭരണത്തിലെത്തി. എന്നാൽ PV അൻവറിന്റെ ഇടപെടലിൽ ഒരു UDF അംഗം ഇടതുമുന്നണിക്ക് അനുകൂലമായി കൂറുമാറി. ഇതേ നീക്കം തന്നെയാണ് CPM ബന്ധം ഉപേക്ഷിച്ച ശേഷം തിരികെ പ്രതികാരത്തിനായി അൻവർ തെരഞ്ഞെടുത്തത്. LDFനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 9-നെതിരെ 11 വോട്ടുകൾക്കാണ് പാസ്സായത്. LDF അംഗം നുസൈബ UDFനെ പിന്തുണച്ചതോടെയാണ് LDFന് ഭരണം നഷ്ടമായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ കൂറുമാറുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അവരെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയാനായിരുന്നു CPM ശ്രമം. എന്നാൽ UDF അംഗങ്ങൾക്കൊപ്പം നുസൈബയെ രാവിലെ 6 മണിക്ക് തന്നെ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് അൻവർ അത് പൊളിച്ചു. വോട്ടെടുപ്പിൽ നുസൈബ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ ഭരണം വീണു. ഇത് UDFനുള്ള ചെറിയ സമ്മാനമാണെന്നും വലുത് വരാനുണ്ടെന്നുമാണ് അൻവറിന്റെ പ്രതികരണം. രാവിലെ മുതൽ തന്നെ ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘർഷാവസ്ഥയായിരുന്നു. LDF UDF പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. കൂറുമാറിയ അംഗത്തിനു നേരെ LDF പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചു. ഇതിനിടെ പോലീസ് ലാത്തിചാർജ് നടത്തി. PV അൻവർ സ്ഥലത്തെത്തിയതോടെ വലിയ സംഘർഷമായി. UDF പ്രവർത്തകർ അൻവറിനെ ഒരു കടയിലേക്ക് സുരക്ഷിതമായി മാറ്റി. ഇതിനുശേഷമാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. അമൃത ന്യൂസ്, മലപ്പുറം.